Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ പാലം അത് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പാലമാണെങ്കിൽ തണുത്ത കാറ്റിൽ അങ്ങനെ ആടി ഉരയുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. പ്രത്യേകിച്ച് ഉസോപ്പാണെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കും, ഞാനൊരു വാരിയറാണ്, ഉറപ്പായാലും ഇതുപോലുള്ള ഒരു ചീള് പാലത്തിലൂടെ ഞാൻ ഭയന്ന് നടക്കില്ല, ഞാനത് ഈസി ആയിട്ട് ക്രോസ് ചെയ്യുന്നു പറഞ്ഞ് അവൻ ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ എൻജോയ് ചെയ്ത് അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പരസ്പരം നോക്കും. ലൂഫി എന്തുപറ്റി, എന്തുകൊണ്ടാണ് നീ നിന്നത് എന്ന് അവനോട് ചോദിക്കും. അതിന് ലൂഫി പറയും, ദൂരത്തായിട്ട് എന്തോ ഒന്നിനെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരോ ഒരാൾ ദൂരത്തുണ്ട് എന്ന് പറയും. ലൂഫി അത് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരും ഇപ്പൊ ആ ഒരു പവർ അത് സെൻസ് ചെയ്യാണ്. ഉടനെ സോറോ ആണെങ്കിൽ നമുക്ക് മുൻപോട്ടേക്ക് പോകാമെന്ന് പറയും. സാഞ്ചി ആണെങ്കിൽ വേണ്ട, അത് അപകടമാണെന്ന് പറഞ്ഞ് അവനെ പുറകിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് തുടങ്ങും. അവർ ബ്ലോക്ക് ഇണ്ടത്തിലുണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ അതേ ഒരു സൗണ്ടും പവറുമാണ് ഇപ്പോഴും ലഭിച്ചിരിക്കുന്നത്. ലൂഫി ആണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് മുൻപോട്ടേക്ക് ചാടും. അതുകൊണ്ട് അവർ വിളിച്ചു പറയും, ലൂഫി നീ എന്തായി ചെയ്യണേ, താഴെ വലിയ വലിയ വോൾഫ് ഉണ്ട്, അവറ്റകൾ നിന്നെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ഭയം അത് കൂടി കൂടി വരും. പക്ഷേ അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്, മുൻപോട്ടേക്ക് പോയേ പറ്റൂ, വേറെ വഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ ജയൻസിന്റെ കപ്പൽ കാണിക്കും. അവരെല്ലാവരും ഒരു ന്യൂസ് കേട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. എഡ്ഹെഡ് ഐലാൻഡ് അത് ജയൻസും ലൂഫിയൻ ടീമും ഒക്കെ ചേർന്നാണ് നശിപ്പിച്ചത് എന്നുള്ള ന്യൂസ്. ജയൻസിനാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാൻ അറിയില്ല. നമ്മുടെ ആൾക്കാരാണ് ആ ന്യൂസ് അവരെ വായിച്ച് കേൾപ്പിക്കുക. അവരാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഞെട്ടും, ദേഷ്യപ്പെടും. എന്തുകൊണ്ടാണ് ഇപ്രകാരം കള്ളത്തരങ്ങൾ അവർ ഈ ന്യൂസ് പേപ്പറിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ അപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല, ഗവൺമെന്റ് ആണ് ആ ഒരു ഐലാൻഡ് അത് നശിപ്പിച്ചു കളഞ്ഞത്. ആ ന്യൂസ് റിപ്പോർട്ടർ മോർഗൻ ആണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് റോബിനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. അവൻ എഴുതിയിരിക്കുന്നത് ലൂഫിയും ജയൻസും അവരെല്ലാവരും അവിടേക്ക് എത്തിയതിന് ശേഷം ആ ഒരു സിറ്റിയിലെ സാധനങ്ങളും അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റങ്ങളും എല്ലാം അടിച്ചു മാറ്റിയതിനു ശേഷം ഐലാൻഡ് മുഴുവനായിട്ടും ഇല്ലാതാക്കി എന്നാണ്. അവനാണെങ്കിൽ പ്രധാനമായിട്ട് ഡ്രോഹിയെക്കുറിച്ചും ബ്രോഹിയെക്കുറിച്ചും ആയിരിക്കും ആ ന്യൂസിൽ എഴുതിയിട്ടുണ്ടാവുക. ഇവർ രണ്ടുപേരുമാണ് ആ ജയൻസിൽ പ്രധാന വില്ലന്മാര്. അവരുടെ പേരിൽ 1.8 ബില്യൺ ബെറീസ് ഉണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഡ്രോഹിക്കും ബ്രോഹിക്കും ചെറിയൊരു സന്തോഷം. അവരുടെ ഫോട്ടോയും പുതുതായിട്ട് അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ന്യൂസ് പേപ്പറിൽ കൊടുത്തിരിക്കുകയാണ്. അത് കണ്ട് ബാക്കിയുള്ള ജയൻസ് ആണെങ്കിൽ ഇപ്പൊ ഡ്രോഹിയും ബ്രോഹിയെയും കൺഗ്രാജുലേറ്റ് ചെയ്യും. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, ഇത് നിങ്ങളുടെ പുതിയ നേട്ടം തന്നെയാണെന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ അവർക്ക് ചെറിയ നാണമൊക്കെ തോന്നുകയാണ്. റോബിനാണെങ്കിൽ വീണ്ടും ആ ന്യൂസ് കാര്യമായിട്ട് വായിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൾ ശ്രദ്ധിക്കും. ഡോക്ടർ വേഗോഫ് പങ്കിനെ കൊന്നത് ലൂഫി ആണെന്നാണ് അതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ട് അവൾ ഞെട്ടും. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഉൾട്ടയായിട്ടാണ് ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ ലിലിത്ത് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അപ്പൊ എന്നെയും നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊന്നോ? ഫ്രാങ്കി ആണെങ്കിൽ ദേഷ്യപ്പെടും. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലൂഫി നിന്നെങ്കിലും സേവ് ചെയ്തത്. ബ്രൂക്ക് ആണെങ്കിൽ ന്യൂസ് പേപ്പറിൽ അവരുടെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫോട്ടോസ് കണ്ട് ഷോക്ക് ആവുകയാണ്. അപ്പോഴായിരിക്കും അവർ എഡ്ഹെഡ് ഐലാൻഡിനെ കുറിച്ച് പറയാ. ആ ഐലാൻഡിൽ ഒരുപാട് CCTV ക്യാമറാസ് ഉണ്ട്. സോ മുക്കിലും മൂലയിലും ഒക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ആ ക്യാമറകളിലൂടെയാണ് ഈ ഫോട്ടോസ് എല്ലാം അവരെടുത്തത്. റോബിനാണെങ്കിൽ പിയുടെ കയ്യിലുള്ള എക്സ് മാർക്ക് അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. അവൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെ ചില കാര്യങ്ങൾ അറിയാം. ഉടനെ അതൊക്കെ കേട്ടും കണ്ടു അവരാണെങ്കിൽ അവൻ റെഡ് ഹയറിന് ഈക്വൽ ആയിരിക്കുകയാണ്. മാത്രമല്ല ഹൈറുദ്ദീന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനും അവൻ ഇപ്പൊ ഏബിൾ ആയിരിക്കുകയാണെന്ന് പറയും. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഹൈറുദ്ദീൻ അവൻ മറ്റാരുമല്ല, കിങ്ങിന്റെ മകനാണ്. അതായത് രാജകുമാരനാണ് ഹൈറുദ്ദീൻ. സോ അവന്റെ തൊട്ടണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം അതിപ്പോ ലൂഫിക്ക് ലഭിച്ചിരിക്കുകയാണ്. എൽബോഫിന്റെ രാജകുമാരനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവസരം, അത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ലൂഫിക്ക് കിട്ടിയെന്ന് ആ ജയൻസ് പറയും. ചെറിയ പയ്യനായിരുന്നപ്പോൾ തന്നെ അവൻ വളരെ വയലന്റ് ആയിരുന്നു. ചെറിയ കാര്യങ്ങൾ തന്നെ അവൻ വൾനറബിൾ ആവും. ഈ പ്രോബ്ലംസ് ഒക്കെ അറിഞ്ഞപ്പോൾ അവനും അവിടേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. എൽബോഫിൽ ചില പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിങ്ങളെ സേവ് ചെയ്യാനായിട്ട് അവിടേക്ക് വരാൻ കഴിയാതിരുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ടായെന്ന് പറയും. ഉടനെ ഡ്രോഹിയും ബ്രോഹിയും ആ പ്രോബ്ലത്തെ കുറിച്ച് ചോദിക്കും. ഉടനെ ബാക്കിയുള്ള ജയൻസ് ആണെങ്കിൽ മറുപടി പറയും. അത് കേട്ട് അവർ ഷോക്കാവും. ഇതെന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? അതിനവർ പറയും, അതറിയിക്കാൻ പറ്റിയ ഒരു സമയം ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആക്ച്വലി ആ കിങ്ങിന് 2 മക്കളുണ്ട്. ആ രണ്ടാമത്തെ മകനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഈ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് അവർ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ താഴേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. വലിയ വലിയ മഞ്ഞുപാളികൾക്കിടയിലേക്ക് വീണ ലൂഫി ആണെങ്കിൽ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് തുള്ളിച്ചാടും. ബ്ലോക്കിൻ്റെത്തിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു പറഞ്ഞ്
ആ വലിയ വലിയ ട്രീകളെയൊക്കെ നോക്കി അവനാണെങ്കിൽ ആ ഒരു സ്ഥലം അത് നന്നായിട്ട് ആസ്വദിക്കും. ഇത് ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. ആ ഒരു ശബ്ദം കേട്ടത് അത് എനിക്കുള്ള ഭക്ഷണമായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും. അതേസമയം ഒരുപാട് വോൾഫുകൾ അതാണെങ്കിൽ ലൂഫി അങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓ നീ എവിടെയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി കടന്നു പോകും. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. ചുവന്ന കണ്ണുകൾ അതങ്ങനെ അവന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവൻ ആ വോൾഫുകളെ കാണും. അവറ്റകൾ വാ തുറന്ന് വായിലൂടെ വെള്ളം ഊറി അങ്ങനെ ലൂഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ ചോദിക്കും. അപ്പോഴായിരിക്കും വീണ്ടും ആ വലിയ ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേട്ട് ചെന്നായ്ക്കളെല്ലാം തന്നെ നാനാ ഭാഗത്തേക്ക് ഓടും. കട്ട് ചെയ്ത ഇവിടെ ആ ജയൻസ് ആ രണ്ടാമത്തെ പ്രിൻസിനെ കുറിച്ചുള്ള കാര്യം പറയാണ്. അവൻ വളരെ മോശമായിട്ടുള്ള ഒരു പ്രിൻസാണ്. അവൻ ചെറുപ്പം മുതലേ വളരെ മോശമായിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്തത്. എപ്പോഴും കിങ്ങിന് അവൻ തലവേദന മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ചെറുപ്പം മുതൽക്കേ ചെങ്ങരയിൽ ലോക്ക് ചെയ്താണ് ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെങ്ങലയെല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ചാടി പോയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജയൻസിനെല്ലാം തന്നെ അവൻ ശരിക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ബോഫിലെ വാരിയേഴ്സ് എല്ലാവരും ചേർന്നിട്ടും അവനെ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവുകയാണ്. ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ പോകുന്നത് ഒരുപക്ഷെ ആ ഒരു പ്രിൻസിന്റെ അടുത്തേക്കാവാം. എൽബോഫിന്റെ കിങ്ങിന്റെ പാരമ്പര്യത്തിലുള്ള എല്ലാവർക്കും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അതങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാണ്. ആ ഒരു ബാഡ് ആയിട്ടുള്ള പ്രിൻസിനും ആ പവർ കിട്ടിയിട്ടുണ്ട്. അവനത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അവന്റെ ക്രൂരത അതൊട്ടും ചെറുതല്ല. അവന്റെ അച്ഛനെ കൊന്ന് ആ ഡെവിൾ ഫ്രൂട്ട് അതെടുത്ത് കഴിച്ചാണ് ആ പവർ നേടിയെടുത്തത്. അതിനുശേഷം അവന്റെ ബ്രദറും ഇവിടെ ഉണ്ടായിരുന്ന വാരിയേഴ്സ് എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് അവനെ വീണ്ടും ലോക്ക് ചെയ്തു. അവന്റെ പേരാണ് ലോക്കി. കട്ട് ചെയ്ത ഇവരിവിടെ സ്റ്റോറി പറയുന്ന അതേസമയം ലൂഫി ആണെങ്കിൽ ആ ലോക്കിയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ആ രൂപവും അവന്റെ ഭാവമൊക്കെ കണ്ട് അങ്ങനെ വണ്ടടിച്ച് അവനെ തന്നെ നോക്കും. അവൻ ആ വലിയ ചങ്ങലയിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായാലും ആ ലോകം തന്നെ തകർത്ത് ഇല്ലാതാക്കി കളയും. ലൂഫി ആണെങ്കിൽ അവനെ അടിമുടിയൊന്ന് നോക്കും. അവന്റെ ചെങ്ങലയുടെ ഒരു കണ്ണീർ അത്ര മാത്രമാണ് നമ്മുടെ ലൂഫി ഉള്ളത്. അവന്റെ ശരീരവും സൈസും ശബ്ദമൊക്കെ കേട്ട് ലൂഫി അവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇത്രയും വലിയൊരെണ്ണം അതിനെ ആദ്യമായിട്ടാണ് ലൂഫി കാണുന്നത്. ലോക്കിയുടെ കണ്ണാണെങ്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ലോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കും അവന്റെ മുൻപിൽ ആരോ ഉണ്ട് എന്ന്. ലോക്കി അവനോട് ചോദിക്കും, നീ ആരാണ്, നിന്റെ പേരെന്താണ്? അതിന് ലൂഫി പറയും, എന്റെ പേരാണ് സ്ട്രോ ഹാറ്റ് ലൂഫി, ഫ്യൂച്ചർ പൈററ്റ് കിങ്. അതിരിക്കട്ടെ ഞാനിപ്പോ എവിടെയാ, ഇതേതാ സ്ഥലം ചോദിക്കും. ലോക്കി പറയും, ഓ എവിടെയാണെന്ന് അറിയാതെയാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതിന് ലൂഫി പറയും, അതെ. ലോക്കി അത് കേട്ട് ചിരിക്കും, എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഈ സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആരും നിന്നെ ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ലായിരുന്നു. ലോക്കിയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇതാണ് കിങ്ഡം ഓഫ് എൽബോഫ് വാരിയേഴ്സ്. നീ ഇവിടേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അവന്റെ അലർച്ചയിൽ ആ ഐലാൻഡ് മുഴുവൻ തന്നെ കിടുങ്ങി വിറക്കിയാണ്. പക്ഷെ അപ്പോഴും ലൂഫി ആണെങ്കിൽ യാതൊരു കുലുക്കമില്ലാതെ നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹൈറുദ്ദീനെ കാണിക്കും. അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തോ ഒരു ഫൈറ്റിലാണ്. ഇവിടെ ലോക്കി ആണെങ്കിൽ വിളിച്ചു പറയും, ഞാനാണ് സൺ ഗോഡ് ലോക്കി. അവൻ ആ ചങ്ങലയൊക്കെ പിടിച്ചു വലിച്ച് ലൂഫിയെ നോക്കി കെറിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.